ആ മാല കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളാണ് ആ സമയത്തെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കണം. നിങ്ങളാണ് അങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത്. നിങ്ങളെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു, ആ ഭർത്താവിനെ കാണുന്നില്ല. നിങ്ങൾ ആങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, കാണുന്നില്ല. നിങ്ങളെ മകൻ കൂടെ ഉണ്ടായിരുന്നു, കാണുന്നില്ല. പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങളുള്ളത്. നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുക? അവിടെ ആയിഷ ബീവിന്റെ മനക്കരുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒറ്റക്കിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഇങ്ങനെ കഴിയുമ്പോൾ ആയിഷ ബീവിക്ക് അല്ലാഹു കൊടുത്ത വലിയൊരു ദിക്റുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം. ആയിഷ ബീവി ചൊല്ലിയ ദിക്റുകളാണ്. വ്യഭിചാരത്തിന്റെ ആരോപണം ഉണ്ടായപ്പോ ആ ദിക്റ് ചൊല്ലിയിട്ട് പടച്ചവൻ ബീവിക്ക് രക്ഷ നൽകിയതുപോലെ എന്തെങ്കിലും ആരോപണമോ ആക്ഷേപമോ നമ്മൾ ആണിനോ പെണ്ണിനോ എപ്പോഴെങ്കിലും ഉണ്ടായാൽ ആ സമയത്ത് ഇത്തരം ദിക്റുകൾ കൊണ്ട് വലിയ വിജയങ്ങൾ നമുക്ക് തരും. ആയിഷ എങ്ങനെ കഴിയുകയാണ്? അവിടെ എങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളതാ വരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. സഫ്വാൻ എവിടുന്നാ വരുന്നത്? അത് മുഹമ്മദ് നബിയുടെ പ്ലാനാണ്. റസൂലുള്ളാഹി ഏറ്റവും നല്ല പ്ലാൻ ചെയ്യുന്ന വ്യക്തിയാണ്. ആ നബിക്ക് അറിയാം, ഏതെങ്കിലും ഒരു യുദ്ധത്തിനോ യാത്രക്കോ പോയാൽ ആ യാത്രയിൽ ചിലരൊക്കെ വഴിതെറ്റും, ചിലരൊക്കെ റൂട്ട് മാറും. ആ റൂട്ട് മാറിയാൽ വഴിതെറ്റിയാൽ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും വഴിയിൽ രോഗമായി കിടക്കുന്നവരെ എടുത്ത് കൊണ്ടുവരാനും വേണ്ടി പിന്നിൽ, യാത്രാ സംഘത്തിന്റെ പിന്നിൽ ഒരാളെ നബി നിശ്ചയിക്കാറുണ്ട്. അതുപ്രകാരം സഫ്വാൻ വരുന്നു. സഫ്വാൻ വരുമ്പോൾ മരുഭൂമിയിൽ ഒരു പെണ്ണിനെ കാണുന്നു. പർദ്ദയിട്ട സ്ത്രീയാണ്. പണ്ഡിതന്മാർ പറയുന്നു ഈ സംഭവം ഉണ്ടായത് പർദ്ദയുടെ ആയത്തുകൾക്ക് ശേഷമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞുപോയി, സൂറത്തുൽ അഹ്സാബിലാണ് പർദ്ദയുടെ നിയമം. അത് ഹിജ്റ 5-ാം വർഷത്തിലാണ്. ഹിജ്റ 6-ാം വർഷത്തിലാണ് സൂറത്തുൻ നൂർ അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കൊല്ലം അവതരിച്ച പർദ്ദയുടെ വിധി അനുസരിച്ച് ആയിഷ ബീവി പർദ്ദയെല്ലാം അണിഞ്ഞാണ് യാത്ര പോയത്. ആ പർദ്ദയിട്ട ആയിഷ റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് കഴിയുന്നു. സഫ്വാൻ കാണുന്നു. സഫ്വാൻ കണ്ടപ്പോൾ, ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ സലാം പറഞ്ഞില്ല. അന്യ ആണും പെണ്ണും കാണുമ്പോൾ സലാം പറയൽ ഹറാമാണ്. നീ സലാം പറയാൻ അന്യ പെണ്ണിനോട് നീ സലാം പറയണ്ട. ടെലിഫോണിലും പറയണ്ട, അല്ലാതെയും പറയണ്ട. ഗൾഫുകാർക്ക് ഇന്നൊരു പേശനായി മാറിയിരിക്കുന്നു. ഗൾഫുകാർ ഓപ്പൺ സലാമിന്റെ ആളുകളായി മാറിയിരിക്കുന്നു. സലാം പറയാൻ പാടില്ലാത്തടത്ത് പറയരുത്, കറാഹത്തുള്ളിടത്ത് പറയരുത്, സുന്നത്തുള്ളിടത്ത് പറയണം. അതാണല്ലോ നാം ചെയ്യേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുമ്പോ സഫ്വാൻ സലാം പറയുന്നില്ല. കാരണം അന്യ പെണ്ണാണ്. അന്യ പെണ്ണിന് സലാം പറയരുത്. പിന്നെയോ കണ്ട സമയത്ത് തന്നെ പർദ്ദയിട്ട പെണ്ണിനെ കണ്ടപ്പോൾ സഫ്വാന് മനസ്സിലായി, ഇതാരാണെന്ന് മനസ്സിലായി പോയി. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പർദ്ദ അണിയുന്നതിന് മുൻപ് ആയിഷ ബീവിയെ സഫ്വാൻ കണ്ടിട്ടുണ്ട്. കാണൽ ഹറാമായിരുന്നില്ല അന്ന്, കാണൽ ഹലാലായിരുന്ന കാലത്ത് മുഖപരിചയമുണ്ട്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ തിരിച്ചറിഞ്ഞപ്പോൾ ഒരൊറ്റ ദിക്റ് മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഒരൊറ്റ ദിക്റ് ചൊല്ലിക്കൊണ്ട് ബഹുമാനപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു അൻഹു തന്റെ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അതാ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. ആളെ മനസ്സിലായി, ഇത് റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആളാണ്, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ഒരു തോന്നിയാസവും ചെയ്യുകയില്ല, ഒരു വേണ്ടാത്തവും ചെയ്യാത്ത നല്ല മനുഷ്യനാണ്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. ഈമാനുള്ളവരോട് നബിയെ നിങ്ങൾ പറഞ്ഞേക്കണം, അന്യ പെണ്ണുങ്ങളെ കാണുമ്പോൾ ദൃഷ്ടി താഴ്ത്തണം. ഒരൊറ്റ പെണ്ണിനെയും കാണണ്ട, കണ്ടാൽ തന്നെ നോക്കണ്ട. കാണലും നോക്കലും രണ്ടായതുകൊണ്ട് കാണൽ അനുവദനീയമാണ്, നോക്കൽ പാടുള്ളതല്ല. സഹോദരിമാര് മനസ്സിലാക്കണം. ആ സഫ്വാൻ ഒറ്റ കാണൽ കൊണ്ട് തന്നെ ആളെ മനസ്സിലായി. ഉടനെ തന്നെ വിഷയം മനസ്സിലായി. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വഴിയിൽ കുടുങ്ങിയതാണ്. തന്റെ വാഹനത്തിലേക്ക് ആയിഷ ബീവിയെ ക്ഷണിക്കുകയാണ്. അന്യ ചെറുപ്പക്കാരന്റെ മോട്ടോർ സൈക്കിളിൽ ഒരു പെണ്ണിന് കയറാൻ പാടുണ്ടോ ഇല്ലേ എന്ന വിഷയം ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അന്യപുരുഷന്റെ കൂടെ കയറാൻ പറ്റുമല്ലേതാണ്. അന്യപുരുഷന്റെ മോട്ടോർ ബൈക്കിൽ ഒരു സാഹചര്യത്തിലും
പെണ്ണിന് കയറാൻ പറ്റൂല, കാരണം സ്പർശനവും കൂടി ഉണ്ടാവും. ചില ഹമ്പിന്റെ ഒക്കെ അടുത്തെത്തിയാലേ ഈ ഡബിൾ ആയിട്ട് കയറുന്ന പെണ്ണ് വണ്ടി ഓടിക്കുന്ന ബൈക്കുകാരനും തമ്മിൽ ഒട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹമ്പ് ധാരാളമുള്ള സ്ഥലമാണ്, ബൈക്കിന്റെ സെറ്റപ്പും അങ്ങനെയാണ്. ഓട്ടോറിക്ഷ കുറച്ചുകൂടി ഭദ്രമാണ്. ഓട്ടോറിക്ഷയിൽ പക്ഷെ ഒരു സ്വകാര്യതയുടെ ഒരു സ്വഭാവം അവിടെ ഉണ്ട്. എങ്കിലും അവിടെ ആരും സഹായിക്കാനില്ലാത്ത മരുഭൂമിയിൽ ഭർത്താവില്ല, ആങ്ങളയില്ല, ബന്ധുക്കളില്ല, അവിടെ അധികം നിന്നാൽ ചെന്നായി കൊണ്ടുപോകും. അത്തരം സാഹചര്യത്തിൽ വിശ്വസ്തനായ ഒരു അന്യ പുരുഷനെ കണ്ടാൽ ആ പുരുഷനോടൊപ്പം സുരക്ഷിത സ്ഥാനത്തേക്ക് പോകൽ അനുവദനീയമാണ്. അങ്ങനെയാണ് ആയിഷ ബീവി കൂടെ കയറിയത്. അല്ലാതെ വെറുതെ ഇങ്ങനെ മാനിപുരത്തങ്ങാടിയിൽ ഇങ്ങനെ നിന്നു, ബസ് കാണുന്നില്ല, 10 മണിയായിട്ടേ ഉള്ളൂ, ആരുമില്ല, ഒരു ബൈക്കുമായിട്ട് ഒരാൾ പോകുന്നുണ്ട്. ഹലോ ഞാനുണ്ട്. ഈ എവിടെ? ഞാനവിടെ അഷ്റഫിന്റെ ഭാര്യ. ഇപ്പൊ അടുത്ത് കല്യാണം നടന്നു. നിങ്ങൾ ആ കല്യാണം ഇപ്പൊ നടന്ന്. എന്താ ഇവിടെ? ഞാനും മുപ്പരും വന്നായിരുന്നു, കാണുന്നില്ല, 10 മിനിറ്റ് ആയി പോയിട്ട്. അത് ലറൂറത്തിന്റെ യാതൊരു വിഷയം അവിടെ ഇല്ല. അതുകൊണ്ട് ഈ അന്യപുരുഷന്റെ ബൈക്കിൽ പെണ്ണ് കയറാൻ പാടില്ല. അതേസമയം രാത്രിയിൽ കുടുങ്ങിപ്പോയി, മൊബൈൽ ഫോണില്ല, റേഞ്ചില്ല, ഒരു നിലക്കും യാതൊരു വിളിയും കിട്ടുന്നില്ല, കുടുംബക്കാരെ ആരെയും അടുത്തൊന്നുമില്ല, ടൗണിൽ കുടുങ്ങിയതാണ്. നമ്മൾ പോകുന്ന ആളോ നമ്മളെ കൂടെയുള്ള ആളോ നല്ല ഈമാനുള്ള ആളാണ്, ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായ സഫ്വാന്റെ കൂടെ വാഹനത്തിൽ കയറുന്നു. അങ്ങനെ ആ വാഹനം മുന്നോട്ട് പോകുന്നു. യാത്ര അങ്ങ് പോയപ്പോൾ മദീനയിലുണ്ട് വലിയൊരു സംഘം. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിനെ കുറ്റം പറയാൻ കാത്തു നിൽക്കുന്നവർ. ഇന്നലത്തെ പ്രഭാഷണത്തിൽ നമ്മളത് പറയുകയുണ്ടായി. സൂറത്തുൻ നൂർ അവതരിക്കാനുള്ള പശ്ചാത്തലം കപടവിശ്വാസികളുടെ ഗൂഢാലോചനയാണ്. അവര് പ്ലാൻ ചെയ്തിരിക്കുന്നു മുഹമ്മദ് നബിയെ താറടിക്കാൻ. നിങ്ങൾ ആലോചിക്കണം, അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി അവൻ പറയാൻ തുടങ്ങി. വലിയ വലിയ പ്രസംഗിക്കുന്ന ആളാണ്, വഅദ് പറയുന്ന നേതാവാണ്, വഹീയുണ്ടെന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അന്യ പുരുഷനോടൊപ്പം അതാ ചെത്തി നടക്കുന്നുവെന്ന് പറയാൻ തുടങ്ങി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് മദീനയിൽ മുഴുവനും കാട്ടുതീ പോലെ പരക്കുകയും ആയിഷയെ പറ്റി വ്യഭിചാരോപണം ഉണ്ടാവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലും വാർത്ത വരുന്നു. രാജസയ്യിദായ റബ്ബിനോട് ആ നബി അതിന് പരിഹാരം ചോദിച്ചാൽ ഉടനെ കിട്ടും. പക്ഷേ ആ നബി അതിന് പരിഹാരം ചോദിക്കുന്നില്ല. കാരണം ഇത് നാട്ടിൽ ഒരു ചർച്ചയായി മാറിയതുകൊണ്ട് ഈ വിഷയത്തിൽ നല്ല അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. വലാ തഹുദുകും ബിമാ റഫതും ഫീ ദീനില്ലാഹ്. അഥവാ സഫ്വാനും ഈ പെണ്ണും എന്റെ ഭാര്യയും തമ്മിൽ വല്ല ബന്ധവും നടന്നിട്ടുണ്ടെങ്കിൽ എന്റെ മകള് കെട്ടാൽ കൈ ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ ആ നേതാവ് ആയിഷ ബീവിക്ക് നടപടിയെടുക്കുന്ന വിഷയത്തിൽ മടി കാണിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ മടി കാണിച്ചു പോയാൽ ആ റസൂലുള്ളാഹിന്റെ പിന്നെ സ്വഹാബത്തിന് കിട്ടുമോ? ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലത്തെ ആളുകൾ ഒരു മീശത്തൂക്കം വല്ല തകരാറ് എവിടെയെങ്കിലും സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളാണല്ലോ. നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബായ നബി ആയിഷ ബീവിയെ വിളിക്കുന്നു. ആയിഷ, എന്തെങ്കിലും ഉണ്ടായോ? അല്ലാഹ് ഇത് നേരെ റബ്ബിനോട് ചോദിച്ചാൽ ഈ വിഷയം ശരിക്ക് കിട്ടും. ലൗഹുൽ മഹ്ഫൂദിലില്ലേ ഈ വിഷയങ്ങൾ മുഴുവനും അവിടെയല്ലേ? ആ ലൗഹിൽ നോക്കിയാൽ കിട്ടാത്ത വല്ല വിഷയമുണ്ടോ? റസൂലുള്ളാഹിക്ക് എല്ലാം കിട്ടും, എല്ലാം അറിഞ്ഞ കാര്യവും അല്ലാഹ് അറിയിക്കും. പക്ഷേ ഇത് നാട്ടിലെ പൊതുമസ്ലഹത്ത് അങ്ങനെയാണ്. ഞാൻ പറയട്ടെ, ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ, ആ മദ്രസയിലെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. അതിൽ 25 കുട്ടികളും വലിയ കുസൃതികളാണ്, വികൃതികളാണ്. ഈ ഉസ്താദിന്റെ കുട്ടിയോ തീരെ കളിക്കൂല. ഉസ്താദിനൊരു കുട്ടിയുണ്ട്, ബാക്കിയുള്ള കുട്ടികളൊക്കെ വികൃതിക്കാരാണ്. എന്ന ഉസ്താദ് ശിക്ഷാ നടപടിയായിട്ട് വരുമ്പോ ആദ്യം വിചാരണ ചെയ്യേണ്ടത് ആരെയാ? സ്വന്തം കുട്ടിയെ. എടാ ഇവിടെ വാ, എന്താ ഈ കളിച്ച്? ഞാനൊന്നും കളിച്ചിട്ടില്ല. സ്വന്തം മകനെ ആദ്യം വിചാരണ. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി 25-ൽപ്പെട്ട ഒരാളെ, പിന്നെ മറ്റൊരാളെ. അങ്ങനെയായാൽ ആ കുട്ടികളൊക്കെ പറയും അദ്ദേഹത്തിന്റെ മകന് വേണ്ടി പ്രത്യേകം കുന്തം ചരിച്ചിടാറില്ല. അതേ സമയത്ത് സ്വന്തം മകനെ പറ്റി ഒന്നും പറയാതെ അന്യരുടെ കാര്യം മാത്രം വിചാരണ ചെയ്യാൻ ശ്രമിച്ചാൽ ആ നേതാവിന്, ആ ഗുരുനാഥന് പിന്തുണ കുറയുമല്ലോ.
അല്ലാഹു തആല ഹകീമായ റബ്ബാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം മാത്രം ലോകത്ത് പ്രബോധനം നടത്തിയാൽ പോരാ. ആ നബിയുടെ സന്ദേശം ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കേണ്ട സന്ദേശമാണ്. അതുകൊണ്ട് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെ മുൻപിലും കൊണ്ടുപോയി വെച്ചാൽ ഒരു കുറ്റം പറയാനില്ലാത്ത രൂപത്തിലാവണമല്ലോ സിസ്റ്റം. അതുകൊണ്ട് തന്നെ നബിയതാ വിചാരണ ആരംഭിക്കുകയാണ്. ഓരോരുത്തരെയും വിളിച്ച് വിചാരണ ചെയ്യുന്നു. ഉമ്മമാരെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു വേലക്കാരി പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ പേര് ബരീറ എന്നാണ്. ആ ബരീറയോട് ആയിഷ ചോദിക്കുകയാണ്, ബരീറ, ഹബീബായ നബി ചോദിക്കുകയാണ്, ബരീറ, നിന്നോടൊരു കാര്യം അന്വേഷിക്കാനാണ് എന്നെ വിളിച്ചത്. നിന്റെ ആയിഷല്ലേ, ആയിഷയെ പറ്റി ചെറിയൊരു ആക്ഷേപം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താണ് ആയിഷയെ പറ്റി നിന്റെ അഭിപ്രായം? ബരീറയോട്. ബരീറ ആയിഷ ബീവിന്റെ വീട്ടിൽ റൊട്ടി വയ്ക്കുന്ന ആളാ, റൊട്ടി ഉണ്ടാക്കുന്ന ആളാണ്. അതുപോലെ അവിടെ സഹകരിക്കുന്ന ആളാ. ആ കാലഘട്ടത്തിലും ഈ കാലത്തും ഒക്കെ വീടുകളിൽ ആരെങ്കിലും ഒക്കെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഒന്ന് സഹായിക്കുന്ന ഒരു സംവിധാനം അന്നും ഒന്നുണ്ടല്ലോ. ബരീറയോട് മുഹമ്മദ് നബി ചോദിക്കുന്നു, ആയിഷ ബീവിയെ എപ്പോഴെങ്കിലും വല്ല മൈനസ് പോയിന്റും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറ. ആയിഷ റളിയല്ലാഹു അൻഹയാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു പാപവും ചെയ്യാത്ത ബീവിയെ പറ്റി പരസ്യമായ അന്വേഷണമാണ്. ആദ്യം അന്വേഷിക്കേണ്ടത് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരോടാണല്ലോ. ബരീറ എന്നും ആയിഷയെ കാണാറുണ്ട്. വല്ല വൈകല്യങ്ങളും ഉണ്ടെങ്കിൽ ബരീറ പറയട്ടെ. വിളിച്ചു. ബരീറ പറഞ്ഞു, മാ വജദ്തു മിൻഹാ ശൈഅൻ. ആയിഷയിൽ ഞാൻ ഇന്ന് വരെ ഒരു തകരാറും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു തകരാറ് കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. എന്താണ്? ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. ബരീറ പറഞ്ഞു, ചില സമയങ്ങളിൽ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴക്കുമ്പോൾ ആയിഷ ഉറങ്ങിപ്പോകാറുണ്ട്. ഉറങ്ങുമ്പോൾ പൂച്ച വന്ന് ആ മാവ് തിന്നു കളയാറുണ്ട്. പൂച്ച വന്നിട്ട് മാവ് രസം തിന്നാറുണ്ട്. പൂച്ച വന്ന് കടിക്കുമ്പോഴേക്ക് ആയിഷ ബീവിക്ക് ഉറക്കം തെളിയും. പിന്നെയും ഇതിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂച്ച പിന്നെയും വന്ന് തിന്നു കളയാറുണ്ട്. ഇങ്ങനെ ന്യൂനതയല്ലാതെ ആ ഉമ്മുൽ മുഅ്മിനീനിൽ ഒരു ന്യൂനതയും ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എപ്പോഴും ഭക്ഷണം കഴിക്കാൻ മുതഅല്ലിമീങ്ങൾ വരാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആളാണ്. അതോടൊപ്പം മുതഅല്ലിമീങ്ങളെ തീറ്റിപ്പോറ്റുന്ന ആളാണ്. മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് പഠിക്കാൻ വേണ്ടി വന്ന പാവങ്ങളായ ആളുകൾക്ക് സിദ്ദീഖിന്റെ വീട്ടിൽ ചെലവുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന ഒരു മുതഅല്ലിമുണ്ട്. ആ മുതഅല്ലിമിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, ആയിഷ ബീവിയെ പറ്റി വല്ലതും നിനക്ക് പറയാനുണ്ടോ? ആ മുതഅല്ലിമിന്റെ മറുപടി എന്താണ്? ഉമ്മമാര് മനസ്സിലാക്കണം. മുതഅല്ലിം നൽകുന്ന മറുപടി, യാ റസൂലല്ലാഹ്, എന്തൊക്കെയോ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ നബിക്ക് വല്ല വിഷമവും തോന്നുന്നുവെങ്കിൽ ആ ബീവിയെ അങ്ങ് തലാക്ക് ചെല്ലിയാൽ പോരെ, ഇങ്ങനെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഒരു മറുപടിയാ. കാരണം മദീനത്ത് ധാരാളം സ്ത്രീകളുണ്ട്. ഹബീബായ നബിക്ക് തന്നെ ഭാര്യമാര് വേറെയുണ്ട്. ഇങ്ങനൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ഇനി ആയിഷ ബീവിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മിസ്തഹ് എന്ന് പറയുന്ന മുതഅല്ലിമ ചോദിക്കുകയാണ്. അതും ആയിഷ ബീവിയിൽ യാതൊരു കുറ്റവും ഉണ്ടായത് കൊണ്ടല്ലല്ലോ, മറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് ബുദ്ധിമുട്ടാകണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് മിസ്തഹിന്റെ മറുപടി. അതൊരു ചെറിയ ബുദ്ധിയാണ്. യഥാർത്ഥത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് പിരിച്ചുവിടുകയോ തലാഖ് ചെല്ലുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ഭാര്യയെ പറ്റി ആരോപണം കേൾക്കുമ്പോഴേക്ക് പ്രശ്നമാണ്. ഇനിയിപ്പോ ഇതൊക്കെ അന്വേഷിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ അന്ന മൂന്നും ചൊല്ലി പറ്റില്ല. കാരണം വിവാഹമെന്ന് പറഞ്ഞാൽ അത് മരണം വരെ നിലനിൽക്കേണ്ട ബന്ധമാണ്. നാളെ ആഖിറത്തിലും അപ്പണ്ണി നമ്മളെ ഭാര്യയാണ് കേട്ടോ. ഒരൊറ്റ ഭർത്താവും സ്വന്തം ഭാര്യയെ തലാഖ് ചൊല്ലണ്ട. അബൂദുൽ ഹലാലി ഇലല്ലാഹി അത്തലാഖ്. അല്ലാഹു തആലക്ക് വളരെ വെറുപ്പാണ് തലാഖിനോട്. അവൾക്ക് ഭംഗി കുറഞ്ഞതിന്റെ പേരിൽ തലാഖ് ചൊല്ലണ്ട. അവള് ചിലപ്പോൾ രോഗമായി പോയതിന്റെ പേരിൽ അവളെ തലാഖ് ചൊല്ലണ്ട. അവളുടെ സ്വഭാവം അല്പം മോശമാണതിന്റെ പേരിലും തലാഖ് ചൊല്ലണ്ട. അവളൊരു ദിവസം ഒരു വടിയെടുത്ത് നിന്നെ തല്ലിയാലും അതിന്റെ പേരിൽ തലാഖ് ചൊല്ലിക്കൂടാ.
ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് കാണാം. പിന്നെ തല്ലിങ്ങോട്ട് കിട്ടിയത് ഒന്നുകിൽ മാനസിക രോഗമായിട്ടാണ്, അതിന് ചികിത്സ വേറെ ചെയ്യണം. മറ്റേ എന്നോട് നല്ലൂലല്ലോ, ഒന്നുകിലൊക്കെ മാനസികപരമായ മരുന്ന് വാങ്ങി കൊടുക്കണം. അല്ല, അവൾക്ക് മാനസിക രോഗമല്ലെങ്കിൽ നിന്റെ നിയന്ത്രണത്തിന്റെ തകരാറാണ്, നീ ചെയ്യേണ്ടത് നീ ചെയ്യാത്തത് കൊണ്ടാണ് നിനക്ക് അടി കിട്ടിയത്. എന്നാണ് ഒരാളെ എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഫൈസി പിന്നെ ഒരു വിഷയം ചോദിക്കുകയാണ്. എന്താണ്? എന്റെ ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞു തരണം. ഒരു ഭാര്യ ഭർത്താവിനെ അടിച്ചാൽ തലാഖായി പോകും. ഭാര്യ ഭർത്താവിനെ തല്ലിയാൽ അതോടുകൂടി ആ ഭാര്യ അല്ലാതെയായി മാറുമോ എന്നാ ചോദ്യം. ഞാൻ പറഞ്ഞില്ല, ഭാര്യ ഭർത്താവിനെ ഞെരുപ്പം പൂശി എന്നാലും ആ ഭാര്യയും ഭർത്താവും തലാഖാവൂല. അടി കിട്ടിയ വേദന ഏറ്റുകൂടാ, അത്രേ ഉള്ളൂ. ആ വേദന സഹിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും അയച്ചു തുടരാൻ തലാഖ് വരൂല. ഇവൻ പിന്നെ ചോദിച്ചു, അങ്ങനെ ഉറപ്പാണോ? കിതാബിലെവിടെ നോക്കണത്? കിതാബിൽ നോക്കേണ്ട ഒരാവശ്യവുമില്ല. ഭാര്യയിൽ നിന്ന് ഭർത്താവിന് അടി കിട്ടിയാൽ ആ ഭാര്യ തലാഖായി പോവുകയില്ല, അവൾ ഇപ്പോഴും ഭാര്യ തന്നെയാണ്. അടി കിട്ടിയ ആൾക്ക് വേദനിക്കുമെന്ന് മാത്രം, വേറൊന്നുമില്ല. അപ്പോ ഇവൻ വിടുന്നില്ല. ഞാൻ ചോദിച്ചു, അടി കിട്ടിയത് ആർക്കാ? നിങ്ങൾക്കാണോ? അതിനെയാണ് വിടുന്നില്ല. അപ്പൊ ഏതാണ്ട് മനസ്സിലായി മൂപ്പർക്ക് അടി കിട്ടിയത്. അപ്പൊ സമൂഹത്തിന് ഒറ്റപ്പെട്ട് അങ്ങനെ ചിലപ്പോ ഭാര്യയോട് അടി കിട്ടും ഭർത്താവ്. അങ്ങനെ അടി കിട്ടിയാലും ആ ഭാര്യയെ തലാഖ് ചെല്ലാൻ അധികാരമില്ല. നീ എന്താണോ മനസ്സിലാക്കിയത്? ഇഷ്ടം പോലെ തലാഖ് ചെല്ലുകയാണോ? ഇതെന്താണ് ഇതിന്റെ ഗൗരവം? നീ ആലോചിക്കണം. വല്ലാത്തൊരു എഗ്രിമെന്റ് ആണ് നടത്തിയിട്ടുള്ളത്. ആ എഗ്രിമെന്റ് മരണം വരെ നിലനിർത്തണം. അന്ന് നീ നോക്കാത്തത് കൊണ്ടാണ് നിനക്ക് അമളി പറ്റിയത്. നീയാണ് ഉത്തരവാദി, അവളല്ല. ഞാൻ പറയട്ടെ, ഐഷ റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അലി എന്താണ് അലിയാരെ നിങ്ങളുടെ അഭിപ്രായം? അലി ഇബ്നു അബീ ത്വാലിബിന്റെ മറുപടിയും, ഇതിങ്ങനെ അന്വേഷിച്ച് പോയിട്ട് പിടുത്തം കിട്ടൂല. നിങ്ങൾക്ക് വേറെയും ഭാര്യമാരുണ്ടല്ലോ, തലാഖ് ചൊല്ലിക്കൂടെ? ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഓരോ വിവരം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആയിഷയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഒരു 3-4 ആളുകളുടെ മറുപടി നെഗറ്റീവ് മറുപടിയാണ്, തലാഖിന്റെ വർത്തമാനമാണ് അവരെ വായിൽ നിന്ന് വരുന്നത്. ബരീറയാകട്ടെ പറഞ്ഞത് മാവ് ആട് തിന്നുന്നു എന്ന വിവരമാണ്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് നല്ല ബേബി, നല്ല പെണ്ണ്, നല്ല പെണ്ണ്, നല്ല പെണ്ണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ, അബൂബക്കർ ആകെ കുഴഞ്ഞിരിക്കുന്നു. കാരണം എന്റെ മകൾ, എന്റെ കരളിന്റെ കരൾ, എന്റെ എല്ലാമായ ആയിഷ ഇങ്ങനൊരു ഗതികേട് വന്നല്ലോ. 1 മാസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ബീവി അതാ മെലിഞ്ഞു ഒട്ടുകയാണ്. വല്ലാത്ത വിഷമം. ഹബീബായ റസൂലുള്ളാഹി സലാം പറയുമെങ്കിലും ആ സലാം ആയിഷ ബീവി കേൾക്കുന്നില്ല. ചുണ്ട് അനങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആയിഷ ബീവി ചിലപ്പോ നബിക്ക് സലാം പറയും, നബി സലാം മടക്കുന്നത് കേൾക്കുന്നില്ല. ആയിഷ ബീവി പറയുന്നു, ആ 1 മാസക്കാലം എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടം പിടിച്ച സമയമായിരുന്നു. അങ്ങനെ ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ എന്റെ റബ്ബിന്റെ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചു. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ചെയ്യാത്ത ഏതെങ്കിലും വിഷയത്തിന്റെ പേരിൽ നിങ്ങൾക്ക് നേരെ ആരോപണമുണ്ടായാൽ നിങ്ങൾ ബേജാറാവണ്ട, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ വിഷയത്തിൽ നിന്ന് വലിയ കുറെ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഈ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയട്ടെ, നമ്മൾ ചെയ്യാത്തൊരു വിഷയത്തിന്റെ പേരിൽ ഒരാക്ഷേപം ഉണ്ടായാൽ ആ ആക്ഷേപം കുറെ കാലം ഇങ്ങനെ ഉയർന്നു നിൽക്കും. പിന്നീട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. അല്ലാഹു തആല നമ്മളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ അതൊക്കെ സ്വാഭാവികമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനെ കണ്ടില്ലേ നിങ്ങൾ? ബഗ്ദാദിൽ വെച്ച് എത്ര അടിയാണ് കിട്ടിയത്. ബഗ്ദാദിൽ വെച്ച് അഹ്മദ് ഇബ്നു ഹംബലിനെ തല്ലുകയാണ്. തല്ലിന്റെ ശക്തി കൊണ്ട് അഹ്മദ് ഇബ്നു ഹംബലിന്റെ ശരീരം അതാ പൊളയുകയാണ്. 1ാമത്തെ അടി കിട്ടിയപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ ചൊല്ലുന്ന ദിക്ർ ബിസ്മില്ലാഹ്. ആ അഹ്മദ് ഇബ്നു ഹംബലിനെ അതാ മുഅ്തസിം ബില്ലാഹി എന്ന ഭരണാധികാരി 2ാമത്തെ തല്ല് തല്ലുമ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ ചൊല്ലുന്നു അല്ലാഹു അക്ബർ. ആ 2ാമത്തെ അടി കിട്ടിയിട്ടൊന്നും നിർത്തുന്നില്ല. 3ാമത്തെ അടിയാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ പറയുന്നു, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹ്. അല്ലാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല.
അതുകൊണ്ട് ഈ അടി കിട്ടുന്നതൊക്കെ എനിക്ക് കിട്ടണമെന്ന് റബ്ബ് കണക്കാക്കിയത് കൊണ്ടാണ്. നിങ്ങൾ എത്ര തല്ലിയാലും ശരി, ഞാൻ എന്റെ വാക്കിൽ നിന്ന് മാറുകയില്ല. ഖുർആൻ കലാമുല്ലാഹ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. നിങ്ങൾ എത്ര അടിച്ചാലും ശരി, ഖുർആൻ കലാമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. അത് ഞാൻ ഇങ്ങനെ പറയും. ആ അഹ്മദ് ഇബ്നു ഹംബലിനെ അടി കിട്ടുമ്പോൾ, ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബലിന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി. മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി അഹ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യനാണ്. ആ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി പറയുകയാണ്, എന്റെ വന്യരായ ഉസ്താദിന് ആ ബഗ്ദാദിൽ വെച്ച് അടി കിട്ടിയപ്പോൾ അഹ്മദ് ബിൻ ഹംബലാകുന്ന എന്റെ ഉസ്താദ് വലിയ ധൈര്യമുള്ള മഹാൻ തന്നെ. ആ അടി കിട്ടിയ ഉസ്താദ് ചാട്ടവാറിന്റെ ശക്തമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ആ കൂട്ടിൽ നിന്ന്, ജയിലിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ എന്റെ ഉസ്താദിനെ കാണാൻ ചെന്നു. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന് എന്താണ് പറ്റിയത് എന്ന് അറിയാൻ വേണ്ടി. നല്ല ശിഷ്യന്മാരാണെങ്കിൽ ഉസ്താദുമാർക്ക് വല്ലതും പറ്റിയാൽ അവരെ കൽബ് പൊട്ടും. അവര് വേഗം ഉസ്താദിന്റെ സമീപത്ത് ചെന്നു വേണ്ടുന്ന ഖിദ്മത്ത് ചെയ്തു കൊടുക്കുമല്ലോ. ഇമാം ബുഖാരി അതാ അഹ്മദ് ബിൻ ഹംബലിന്റെ സമീപത്ത് വരുന്നു. എവിടെയാണ് ഉസ്താദെ അടി കിട്ടിയത്? ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ അടിന്റെ അടയാളം കാണിക്കാൻ വേണ്ടി കാലുമ്പലിങ്ങനെ കൈവെക്കുമ്പോ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ഇങ്ങനെ നോക്കുകയാണ്. പടച്ചറബിന്റെ ദീനിന് വേണ്ടി എന്റെ ഉസ്താദിന് അടികിട്ടിയ രംഗം അതെങ്ങനെ ഓർത്തുകൊണ്ട് നോക്കുമ്പോ ഒരു ചെറിയ അടയാളവും കാലിൽ കാണുന്നില്ല. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി പറയുന്നു, എന്റെ ഉസ്താദിന് കിട്ടിയ അതുപോലത്തെ ഒരു അടി ഒരു ആനക്കായിരുന്നു കിട്ടിയതെങ്കിൽ ആ ആനയെ ആ അടി തള്ളിയിട്ട് കളയുമായിരുന്നു. ഒരു മനുഷ്യന്റെ എത്രയോ മടങ്ങ് ശക്തിയുള്ള ഒരാനക്കാണ് അഹ്മദ് ബിൻ ഹംബലിന് കിട്ടിയ അടി പോലത്തെ അടി കിട്ടുന്നതെങ്കിൽ ആന ചത്തുപോകും. അത്രയും ശക്തിയുള്ള അടി ലഭിച്ചത് ആരോപണം കൊണ്ടാണ്. ഓരോ ആരോപണം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി നല്ല മനുഷ്യനെ സമുദായത്തിനു മുൻപിൽ തരം താഴ്ത്തുന്ന പ്രവണത ലോകത്തിന്റെ മുൻപേ വളരെ മുമ്പേ ഉള്ളതാണ്. സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിലത ഈർച്ചവാള് വെച്ചിട്ട് സക്കരിയ നബിയെ രണ്ടും ഭാഗമാക്കി നിലത്ത് മുറിച്ചിട്ട സംഭവം സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. സഹോദരന്മാര് മനസ്സിലാക്കണം, ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി ഈ ആരോപണമെല്ലാം ഉണ്ടായി. ഒരു മാസം കഴിഞ്ഞു. ഒരു ദിവസം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന്റെ വഹി വരുന്നു. ആ വഹിയാണ് ഈ സൂറത്തുൽ നൂർ എന്ന അധ്യായത്തിലെ പ്രധാന പരാമർശം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മി والذي تولى كبره منهم له عذاب عظيم. നബിയെ, പ്രത്യക്ഷത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തിയില്ലേ? ഒരു പിടുത്തവും കിട്ടിയിട്ടില്ലല്ലോ. കിട്ടൂല നബിയെ, കിട്ടൂല. കാരണം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയെ കൊണ്ട് ഇസ്ലാമിനൊരു വലിയ ആവശ്യമുണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതം ലോകത്തിന് മുഴുവനും എത്തിച്ചു കൊടുക്കാൻ ആ നബിന്റെ കുടുംബിനെ ആവശ്യമാണ്. ഈ പ്രഭാഷണം നടത്തുന്ന എന്റെ ജീവിതത്തെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് എന്റെ ഭാര്യയാണല്ലോ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റി ഏറ്റവും അറിയുന്നവർ നിങ്ങളെ ഭാര്യമാരാണല്ലോ. വേറെ മക്കൾക്കും കൂടുതൽ അറിയില്ല, നിങ്ങളെ വാപ്പക്കും നിങ്ങളെ പറ്റി കൂടുതൽ അറിയില്ല, നിങ്ങളെ ഉമ്മക്കും അറിയില്ല, നിങ്ങളെ ഭാര്യക്ക് നിങ്ങളെ പറ്റി പലതും അറിയാം. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബിയെ പറ്റി പലതും അറിയാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം താടിയും മുടിയും ഒപ്പിച്ചുകൊണ്ട് ചീകി വെച്ച് ഇറങ്ങുന്ന സമയം കണ്ണാടിയിൽ മുഖം നോക്കാറുണ്ട്. ഒരു ദിവസം കണ്ണാടി കിട്ടാതെയായപ്പോൾ വെള്ളത്തിന്റെ പ്രതലത്തിൽ നോക്കി അതാ താടി ചീകുകയാണ്. ആയിഷ ബീവി അത് കാണുകയാണ്. എന്നിട്ട് ആയിഷ ബീവി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീവിയിൽ നിന്ന് കിട്ടണം, എല്ലാ ഭാര്യയിൽ നിന്ന് കിട്ടണം. ആയിഷ ബീവി കൊണ്ടുവരുന്ന ഹദീസ് സംശയാസ്പദമായി മാറിക്കഴിഞ്ഞാൽ മുഹമ്മദ് നബിയെ പറ്റി ലോകത്തിന് മനസ്സിലാക്കാതെ ആയി പോകും. അവസാനം റസൂലുള്ളാഹിന്റെ താടിയെല്ലിന്റെയും നെഞ്ഞിന്റെയും ഇടയിൽ തലവെച്ചുകൊണ്ടല്ലേ അവിടുന്ന് വഫാത്താകുന്നത്. ആ വഫാത്തിന്റെ വേദനയുടെ സമയം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹന്റെ അതാ മാർവിടത്തിൽ തലവെച്ച് കിടക്കുമ്പോൾ ആയിഷ പറയുന്നു, എന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി. ഞാനാ നബിക്ക് എനിക്ക് മനസ്സിലായി ഇത് സക്രാത്തിന്റെ സമയമാണ്. ഒരു ബ്രഷ് എടുത്ത് ഒരു മിസ്വാക്ക് എടുത്ത് ഞാൻ എന്റെ വായിൽ വെച്ച് കടിച്ചു. ആ കടിച്ച മിസ്വാക്ക് കൊണ്ട് ഞാൻ പദം വരുത്തിയിട്ട് റസൂലുള്ളാഹിന്റെ വായിൽ വെച്ച് പല്ല് തേച്ച് കൊടുത്തു. സക്രാത്തിന്റെ സമയത്ത് റൂഹ് പെട്ടെന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ അവിടെ യാസീനോദൽ സുന്നത്താണ്, മയ്യിത്തിന് പല്ല് തേപ്പിച്ചു കൊടുക്കലും സുന്നത്താണ്. അത് രണ്ടും ആയിഷ ബീവിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം. മാത്രമല്ല അവസാനം ലോകത്തോട് നബി പറഞ്ഞ വർത്തമാനം എന്താണെന്നും ആയിഷ ബീവിയാണ് ലോകത്ത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആയിഷ ബീവി ഒരു സാധാരണക്കാരി പെണ്ണല്ല, ഒരു ആരോപണം കൊണ്ട് പൊളിഞ്ഞു പോകുന്ന ആളല്ല. അല്ലാഹു ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കണമെങ്കിൽ ആ മനുഷ്യന് കുറെ ആരോപണങ്ങൾ വരും, എന്നിട്ട് അതിൽ അയാൾ വിജയിക്കും. എങ്കിലേ ആ വ്യക്തി ഇങ്ങോട്ട് തെളിഞ്ഞു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ജാഊ ബിൽഇഫ്കി, നിങ്ങളുടെ ഭാര്യയെ പറ്റി ആരോപണം കൊണ്ടുവന്നവർ ഉസ്ബത്തും മിൻകും, അത് നിങ്ങളിൽ തന്നെയുള്ള ചില ആളുകളാണ്. ഇസ്ലാമിന്റെ വിരോധികൾ എന്ന് പറയുന്ന പൊതുശത്രുക്കളല്ല, മറുഭാഗത്തുള്ള ആളുകളല്ല ആരോപണം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ കൂടെ തന്നെ നടക്കുകയും നിങ്ങളോട് ഹൃദയത്തിൽ സ്നേഹമില്ലാതെ നിങ്ങളെ മൂലയിൽ ഇരുത്താൻ പ്ലാൻ നടത്തുകയും ചെയ്ത ചില ആളുകളാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. അവനാണ് ഇതിന്റെ ആള്. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ എവിടെയൊക്കെ യേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അതിന്റെ നേരെ ഇതിന്റെ ഏജന്റ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാ, സ്വന്തം നിങ്ങളോടൊപ്പമുള്ള ആളാ, പള്ളിയിലൊക്കെ ഇടക്ക് വരാറുള്ള ആളാണ്. പ്രത്യക്ഷത്തിൽ വളരെ ഉഷാറാണ് അയാള്. പക്ഷേ നബിയേ, നിങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെ ഭാര്യയെ പറ്റി നമുക്ക് അറിയാം നബിയേ. നിങ്ങളെ ഭാര്യയായ ആയിഷയെ പറ്റി നന്നായിട്ട് അറിയാം. ഏറ്റവും നല്ല കുടുംബത്തിലെ മകളാണ്, ഏറ്റവും നല്ല തറവാട്ടിൽ പിറന്ന മകളാണ്. ആയിഷ ബീവിന്റെ വലിയ പവർ എന്താണ്? ബാപ്പയും ഉമ്മയും ഇസ്ലാമിന്റെ നിയമം പാലിക്കുന്നവരാണ്. മാത്രമല്ല ബാപ്പയായ അബൂബക്കർ സിദ്ദീഖിന്റെ ബാപ്പയും വലിയാപ്പയും വളരെ നല്ല ആള് തന്നെ. ആയിഷ ബീവിന്റെ ജ്യേഷ്ഠത്തിയായ അസ്മയും നല്ലവൾ തന്നെ. ആയിഷ ബീവിന്റെ രണ്ട് ആങ്ങളമാരുണ്ട്, ഒന്ന് അബ്ദുറഹ്മാനും ഒന്ന് മുഹമ്മദും. അവരും വളരെ നല്ലവർ തന്നെ. ഇത്ര ഭാഗ്യമുള്ളൊരു ബീവി വേറെയില്ല. അതുകൊണ്ട് ഈ ആരോപണം ഉണ്ടായതിന്റെ പേരിൽ ലാ തഹ്സബൂ ശർറൻ ലക്കും, നിങ്ങൾക്കിത് ശർറാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആരോപണം ഒരു നേതാവിനെ പറ്റി സംഭവിച്ചാൽ അനുയായികൾ ബേജാറാവേണ്ട യാതൊരു ആവശ്യവുമില്ല. ബൽ ഹുവ ഖൈറുൽ ലക്കും, ആരോപണം നടത്തിയതുകൊണ്ട് വേറെ ചില ഗുണം കിട്ടാനുണ്ട്. എന്താണ് ഒരു ഗുണം? അള്ളാഹിന്റെ ഖുർആനിലൂടെ ആ ഭാര്യയെ പറ്റി ഒരു പരിചയം വന്നല്ലോ, ലോകത്ത് വലിയ പ്രശസ്തിയായി ശരീവിക്ക് വന്നല്ലോ. ചില ആരോപണങ്ങൾ കൊണ്ട് ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രശംസ വർദ്ധിക്കുകയും ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഒന്നിനും പറ്റാതാവുകയും ചെയ്യുന്നു. അതാണ് ലോകത്ത് നമ്മൾ കാണുന്നത്. ആരോപണം ഉന്നയിച്ചവരിപ്പോഴും പഴയ സ്ഥാനത്താണ്. ആരോപണം ഉന്നയിക്കപ്പെട്ട ആളോ അയാൾ അതിൽ നിന്ന് നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോകത്തിന്റെ അംഗീകാരം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആരാണോ ആരോപണം കൊണ്ടുവരുന്നത് നബിയെയൊക്കെ നോക്കി നിന്നോ, എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എല്ലാം നമ്മൾ കാണാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ ഭാര്യയെ വേദനിപ്പിച്ചതിന്റെ പകരം സമ്മാനം നമ്മൾ കൊടുക്കാതിരിക്കില്ല നബിയേ. വല്ലദീ തവല്ലാ കിബ്റഹു മിന്നും ലഹു അദാബുൻ അദീം. ഈ വലിയ ആരോപണത്തിന്റെ കൊടി പിടിച്ച മനുഷ്യനിലെ വലിയ ശിക്ഷകൾ അവൻ ഏൽക്കാൻ പോകുന്നു. ജഹന്നമെന്ന നരകമാണ് അവന്റെ ശിക്ഷ. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം അല്ലാഹു പറയുന്നു, ലൗലാ ഇദ് സമിഅ്തുഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. മഹല്ലിലെ മുദരിസിനെ സംബന്ധിച്ച്, ഖാദിയെ സംബന്ധിച്ച്, കമ്മിറ്റി പ്രസിഡന്റിനെ സംബന്ധിച്ച്, നാട്ടിലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വല്ലതും കേട്ടാൽ കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ എന്റെ പിന്നാലെ കുടുങ്ങിപ്പോകരുത്.
നിങ്ങൾ കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കരുത്. ദുനിയാവില് പലതും ഇങ്ങനെ സംഭവിക്കും, പലതും നിങ്ങൾ കേൾക്കും, അപ്പോഴേക്ക് നിങ്ങൾ അതിന്റെ കൂടെ കുടുങ്ങിപ്പോകരുത്. ലൗലാ ഇദ് സമിഅ്തുമൂഹു, ആയിഷ ബീവിയെ പറ്റി ഈ വർത്തമാനം കേട്ടപ്പോൾ ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറാ, എന്താണ് ഈമാനുള്ള ആളുകൾ നല്ലത് വിചാരിക്കണ്ടേ? ഒരാളെ പറ്റി ചീത്ത വിചാരിക്കാൻ പാടുണ്ടോ? എപ്പോഴും നല്ലതേ വിചാരിക്കാവൂ. അങ്ങനെയാണ്. കാരണവും തെളിവും കിട്ടിയാലേ ചീത്ത വിചാരങ്ങൾ പാടുള്ളൂ. ഇന്ന് നമ്മളൊക്കെ സമൂഹത്തിന്റെ സ്വഭാവം, നമ്മൾ നല്ലവരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ പറ്റി എന്തെങ്കിലും ഒന്ന് അങ്ങാടിയിൽ വെച്ച് കേട്ടാൽ നമ്മളും പറയും, എനിക്കും ഇങ്ങനെ തോന്നിയെ കണ്ടപ്പോ ഉണ്ടോ നമ്മളെ സപ്പോർട്ടാണ്. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മളെ ഇന്നത് പറയുമ്പോ നമ്മളെ വക, എനിക്കും തോന്നി അയാള് ലെവലില്ല, അയാളെ മോന്ത കണ്ടാൽ മനസ്സിലാവും ലെവലില്ല എന്നുള്ളത്. അപ്പൊ അത് രണ്ടാളും പറഞ്ഞുകൊണ്ട് പോകും. മൂന്നാമത്തെ ഒരാൾ കയറി വരിക, അസ്സലാമു അലൈക്കും, എന്താണ് ഒരു ബടായി, അത് നമ്മളെ ഇത് കേട്ടില്ലേ, ഇതൊക്കെ പോകൽ ചായപ്പീടികന്ന് അധികം പോവുക. ചായപ്പീടികക്കാരൊന്നും ബേജാറ് വിചാരിക്കരുത്, പീടിക വേണം നമുക്ക് മാറ്റാം. പിന്നെ കേട്ടില്ലേ, വിവരം കേട്ടില്ലേ, എന്താണ് ഇന്ന് പത്രത്തിലൊക്കെ ഉണ്ട്, എന്താണ് മറ്റേ അത് ശരി എനിക്കും ഇങ്ങനെ സംശയം ഉണ്ടായാലെന്നാ കണ്ടപ്പോ ഉണ്ടാവും. നമ്മളതിലേക്ക് സപ്പോർട്ടാ എല്ലാരും. നാലാമതൊരാൾ കയറി വന്നു, അയാള് മാത്രം പറഞ്ഞു എന്ത്, അതുണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവാൻ, ഒരിക്കലും ഉണ്ടാവില്ല. നാലാമൻ മാത്രം പറഞ്ഞു. അഞ്ചാമതൊരാൾ വന്നു, അഞ്ചാമനും പറയുന്നത് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അയാളെ ജ്യേഷ്ഠനില്ലേ, അയാളും അങ്ങനെ ആയിരുന്നു. സപ്പോർട്ട്, എല്ലാരും സപ്പോർട്ടാ. ഈ വിഷയത്തെ പറ്റി പരിശുദ്ധ ഖുർആന്റെ നിലപാട് ലൗലാ യസ്മഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. ഗ്രാമത്തിലെ ഒരു പെണ്ണിനെ പറ്റി വേണ്ടാത്തത് കേട്ടാൽ, ഗ്രാമത്തിലുള്ള ഒരു പുരുഷനെ പറ്റി വല്ലതും വേണ്ടാത്തത് കേട്ടാൽ നിങ്ങൾ ഉടനെ പറയേണ്ട മറുപടി ഹാദാ ഇഫ്കും മുബീൻ, ഇത് തനിച്ച നുണയാണെന്ന് നിങ്ങൾ വേഗം പറയണം. നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ ആദ്യം പറഞ്ഞ അങ്ങനെ അത് നുണയാണ്, അത് കളവാണ്. കളവാണെന്ന് പറയാൻ തെളിവ് വേണ്ട. അയാൾ ചെയ്ത് തെറ്റാണെന്ന് പറയുന്നവനാണ് തെളിവ് കൊണ്ടുവന്നത്. നമ്മളെ ഈ തെളിവിന്റെ ആവശ്യമില്ല. ഹാദാ ഇഫ്കും മുബീൻ, ഇത് കള്ളത്തരമാണ്. ഇനി യാതൊരു മടിയും വേണ്ട, ഉടനെ നിങ്ങൾ നിഷേധിച്ചു കൊള്ളണം. നിങ്ങൾ ആലോചിക്കണം. അതാ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പച്ചക്കറി സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരിയുണ്ട്, ബക്കാൽ. അറബ് നാടുകളിൽ ബക്കാല, ചീര വിൽക്കുന്ന ആൾക്കാണ് ബക്കാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഗ്രോസറി എന്ന അർത്ഥത്തിലാണ് ബക്കാല ഉപയോഗിക്കാറുള്ളത്. കിതാബിൽ കാണാം ബക്കാൽ, ചീരയും പച്ചക്കറിയും വിൽക്കുന്ന വ്യാപാരി. ഒരു ചീരയും പച്ചക്കറിയും വിൽക്കുന്ന ഒരാളുണ്ട്. അയാള് അത്തരം പീടികയിൽ കൂടുന്നവരുടെ അടുക്കൽ പല വർത്തമാനവും ഉണ്ടാവും, പലതും ഉണ്ടാവും. ഇവിടെ വ്യാപാരികളെ കയ്യിൽ പല റിപ്പോർട്ടും ഉണ്ടാവും, എല്ലാം അവിടെ വരും. അങ്ങനെയാണ്. ഒരാള് ബസ് ഇറങ്ങി ആദ്യം സാധനം വാങ്ങാൻ വേണ്ടി അവിടെ കയറുന്നു. എവിടുന്നാ വരുന്നത്? ഞാൻ ഇവിടെ വരെ വരുന്നു. എന്നാ അത് മതിയല്ലോ. പക്ഷെ ഈ പീടികക്കാരൻ അവിടെ നിർത്തൂല. അവിടെ എന്തായിരുന്നു ആവശ്യം? അവിടെ മറ്റേ കാണാൻ അവരിപ്പോ അവിടെ ഉണ്ടില്ലേ, അതിന്റെ കൂടെ പോയിട്ട് ഒരു 15 വരി ഒപ്പരൊപ്പിക്കും സാധനം പൊതിയുമ്പോഴേക്ക്. അപ്പൊ ഈ പീടികക്കാരന്റെ കയ്യിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് 1000 പേജ് എഴുതാനുള്ള മേറ്റർ ഉണ്ടാവും, ഉറപ്പ്. അപ്പൊ ഈ വക്കാലയിൽ നിൽക്കുന്ന ഈ പീടികക്കാരൻ, കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ പീടികയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൗലൂദിന് പോകുന്ന, ഒരു വീട്ടിൽ സദ്യക്ക് പോകുന്ന കുറെ നല്ല മനുഷ്യന്മാർ, ഒരു മുദരിസും കുറെ മുതഅല്ലിമീങ്ങളും ഈ പീടികയുടെ മുൻഭാഗത്തൂടെ എങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ബക്കാലയിൽ നിൽക്കുന്ന മനുഷ്യൻ അവിടുന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഹുമുൽ മുസ്തഹില്ലൂൻ. റിസാലത്തുൽ ഖുശൈരിയയിൽ പറഞ്ഞ സംഭവമാണ്. ഈ ബക്കാലക്കാരൻ പറയാണ്, ഹുമുൽ മുസ്തഹില്ലൂൻ. അപ്പോകുന്ന ആളുകളില്ലേ,
ആ മൗലിദിന് പോകുന്ന, ആ സദ്യക്ക് പോകുന്ന മുസ്ലിംമാരില്ലേ, ഉമുൽ മുസ്തഹില്ലൂൻ, അവര് വാങ്ങിയാൽ കൊടുക്കാത്തവരാണ്, പലപ്പോഴും ഹറാമും ഹലാലും നോക്കാത്തവരാണ് എന്ന് പീഡികക്കാരൻ ഇങ്ങനെ പറയുകയാണ്. പീഡികക്കാരന്റെ കമന്റാണ്. അപ്പോ നാളുകളൊക്കെ വാങ്ങിയാൽ കൊടുക്കാത്തവരാണ്. ഇത് കേൾക്കുന്ന സമയം ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ല റളിയല്ലാഹു അൻഹു ഈ സംഘത്തിലുണ്ടായിരുന്നു. അദ്ദേഹവും കൂട്ടരുമാണ് ഈ മൗലിദിന് പോകുന്ന, സദ്യക്ക് പോകുന്ന. അദ്ദേഹം കേട്ടു മുസ്ലിംമാരെ പറ്റി, ആലിമീങ്ങളെ പറ്റി, മുഅ്മിനീങ്ങളെ പറ്റി, നല്ല മനുഷ്യന്മാരെ പറ്റി വാങ്ങിയാൽ കൊടുക്കാത്തവർ എന്നൊരു ആരോപണം കേട്ടപ്പോൾ അബൂ അബ്ദില്ല ഉടനെ തന്നെ എന്താണ് ചെയ്യുന്നത്? ആ പീടികയിൽ കയറുകയാണ്. ആ കടയിലേക്ക് കയറി ബക്കാലക്കാരനോട് ലോക്യം പറഞ്ഞു, അല്ല നിങ്ങൾ എന്തേ പറഞ്ഞത്? ഞാന് അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് വാങ്ങിയാല് കൊടുക്കൂല, അങ്ങനെ ഒരു സ്വഭാവം അവർക്കുണ്ട് എന്ന് പറഞ്ഞതാണ്. അബൂ അബ്ദില്ല വിട്ടില്ല, ചോദിച്ചു എന്താണ് ആരാണ് തരാനുള്ളത്? അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ വേഗത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കൽ നമ്മുടെ കടമയാണ്. അതിങ്ങനെ വളരാൻ അനുവദിക്കരുത്, അത് മുളയിൽ തന്നെ നുള്ളിക്കളയണം. അപ്പോൾ ബക്കാലക്കാരൻ പറയുന്നു, ആ പോകുന്ന സംഘത്തിലുള്ള ഒരു മനുഷ്യൻ 100 ദിർഹം എനിക്ക് തരാനുണ്ട്, അത് ഇന്നുവരെ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സംഘത്തെ പറ്റി മൊത്തത്തിൽ അൽ മുസ്തഹില്ലൂൻ, അവര് വാങ്ങിയാൽ കൊടുക്കാത്തവരാണെന്ന് പറഞ്ഞത്. സഹോദരന്മാരെ, ഈ അബൂ അബ്ദില്ലാന്റെ മനസ്സിൽ വലിയ ബേജാറായി. പടച്ചവനെ, ഒരു മനുഷ്യൻ ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ട് 100 റുപ്യ കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ, അവധി തെറ്റിപ്പോയതിന്റെ പേരിൽ ഒരു വലിയ സമൂഹത്തെ പറ്റി മൊത്തത്തിൽ ആരോപണം നടക്കുകയാണല്ലോ. ഇത് വലിയ വിഷയമാണല്ലോ. സുബ്ഹാനല്ലാഹ്, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ അബൂ അബ്ദില്ല ആ സംഘത്തോടൊപ്പം സദ്യക്ക് പോവുകയും സദ്യ കഴിക്കുന്ന വീട്ടിലെത്തിയതിനു ശേഷം ആ വീട്ടുകാരന്റെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അബൂ അബ്ദില്ല എന്നവര് അങ്ങോട്ട് പോയിട്ട് ചോദിക്കുന്നു, യാ സാഹിബദ്ദഅവാ, ഞങ്ങളെ സൽക്കരിച്ച വീട്ടുകാരാ, പിന്നെ ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഭക്ഷണത്തിന് ക്ഷണിച്ചതാണല്ലോ. അത് ഇസ്ലാമിൽ അറിയപ്പെട്ട ഒരു സംഗതിയാണ്. ഭക്ഷണം കൊടുക്കലും ലോഹി ഉണ്ടാക്കലൊക്കെ വളരെ നല്ലതാ. പക്ഷേ നാളെ അള്ളാന്റെ ഹദറത്തിൽ സ്വർഗം കിട്ടുന്ന വലിയൊരു സംഗതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഒരു 100 ദിർഹം ദയവായി നിങ്ങൾ എനിക്ക് തരണം. ഞാനത് തിരിച്ചൊന്നും തരൂല, റബ്ബിന് വേണ്ടിയുള്ള സദഖയായിട്ട് തരണം. എന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു. ഞാനിങ്ങനെ ഇസ്ലാമിന്റെ പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തകനാണ്. ഞാനിങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു. നിങ്ങളൊരു 100 ദിർഹം എനിക്ക് തരണം. ആ വീട്ടുകാരൻ ചോദിച്ചു, എന്താണ് ആവശ്യം? അപ്പൊ ആവശ്യം അങ്ങ് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട വളരെ പാവപ്പെട്ട ഒരു സഹോദരൻ ഒരു 100 റുപ്യ കൊടുക്കാനുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ പറ്റി മാത്രമല്ല നല്ല മനുഷ്യന്മാരെ പറ്റി മൊത്തത്തിൽ ഇങ്ങനൊരു പരാതി ആ പീഡികക്കാരൻ പറയുന്നുണ്ട്. ആ കടമങ്ങ് വീട്ടാതെ നിങ്ങളെ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റൂല. കാരണം അല്ലാഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ലൗലാ ഇദ് സമിഅ്തുമു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. എവിടെയെങ്കിലും ഒരു ആരോപണം നല്ല മനുഷ്യരെ പറ്റി കേട്ടാൽ അത് തിരുത്തണമെന്നാണല്ലോ ഖുർആന്റെ ഈ പ്രഖ്യാപനം. അതുകൊണ്ട് 100 റുപ്യ നിങ്ങൾ തരണം. ആ വീട്ടുകാരൻ നല്ലൊരു മനുഷ്യനാണ്. ഈ ആലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ സാഹിബുദ്ദഅവ, ആ വീട്ടുകാരൻ അകത്തേക്ക് പോയി 100 റുപ്യ കൊണ്ടുവന്നിട്ട് അബൂ അബ്ദില്ലാന്റെ കയ്യിൽ കൊടുക്കുന്നു. അബൂ അബ്ദില്ല പറയുന്നു, ഞാൻ ഈ സംഖ്യ പോയി കൊടുക്കട്ടെ. ബഖാലയിലേക്ക് ഓടുകയാണ്. ഉമ്മമാരെ, മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അടുത്ത വീട്ടിലുള്ള സഹോദരനെ പറ്റി വ്യഭിചാരാരോപണം ഉണ്ടായാൽ, നമ്മൾ അടുത്ത വീട്ടിലുള്ള യുവതിയെ പറ്റി മോഷണത്തിന്റെ ആരോപണം ഉണ്ടായാൽ, നമ്മുടെ മദ്രസ മുഅല്ലിമിനെ പറ്റി, ഉസ്താദിനെ പറ്റി, നാട്ടിൽ ആരെയെങ്കിലും സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക പ്രവർത്തകനെ സംബന്ധിച്ച് ഒരു മോശമായ വിവരം കേട്ടാൽ ഒറ്റയടിക്ക് നമ്മൾ പറയേണ്ട വർത്തമാനം ഹാദാ ഇഫ്കും മുബീൻ. ഒന്ന്. രണ്ടാമത്, അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പെട്ടെന്നത് പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്.
അതിങ്ങനെ കേട്ട് ചിരിക്കാൻ പാടില്ല, അത് പത്രത്തിൽ കൊടുക്കാൻ പാടില്ല, അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അതെങ്ങോട്ടും ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് കൊടുക്കാൻ പാടില്ല, അതാരോടും പറയാൻ പാടില്ല. കേട്ടാൽ അത് മറച്ചു വെക്കണം. അഥവാ നീ മറച്ചു വെക്കുന്നില്ല എങ്കിൽ യുവാക്കളെ മനസ്സിലാക്കണം, മൻ അയ്യറ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമല തിൽക ദംബ ഖാല റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി പറയുന്നു, മൻ അയ്യറ അഖാഹു അലാ ദംബിൻ, ഒരു സഹോദരനെ ആരെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ വഷളാക്കിയാൽ, ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരാളെ മറ്റൊരുത്തം വഷളാക്കിയാൽ, ലം യമുത്ത്, ആ വഷളാക്കിയവൻ മരിക്കൂല, ഹത്താ യഅമല തിൽക ദംബ, അതേ കുറ്റം ചെയ്തിട്ടല്ലാതെ മരിക്കൂല. ഒരാള് വ്യഭിചരിച്ചു, സംഗതി പാപം തന്നെയാണെങ്കിലും അത് നമ്മൾ പറയാൻ നിന്നാൽ, നമ്മളത് പ്രചരിപ്പിച്ചാൽ, നമ്മളത് കേൾക്കുന്നവരോടൊക്കെ അങ്ങനെ പറയാൻ പോയാൽ, അപ്പറഞ്ഞ കാരണത്തിന്റെ പേരിൽ, വഷളാക്കിയ കാരണത്തിന്റെ പേരിൽ, എടോ നീ മരിക്കുന്നതിന് മുമ്പ് അതേ പാപം നിന്നെ കൊണ്ട് അല്ലാഹ് ചെയ്യിക്കുമെന്ന് ആരാണ് പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ആ നാവ് കൊണ്ട് അവിടുന്ന് കളവ് പറയൂല. സഹോദരിമാരെ, നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ കുത്തിരിക്കുമ്പോ ഇങ്ങനെ പറയൽ, അതൊരു ഹരമാണ്, രസമാണ്. അതിപ്പോൾ പഞ്ചായത്ത് ബോർഡിന്റെ അയൽക്കൂട്ടം പരിപാടിയിലേക്കും അത്തരം സംഭവങ്ങളും ചർച്ചകളും മെല്ലെ വഴുതി മാറിയിരിക്കുകയാണ്. മുമ്പൊക്കെ കൊളക്കടവിലായിരുന്നു, ഇപ്പൊ കുളവും കടവും ഇല്ല, ഇപ്പോ അയൽക്കൂട്ടങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. കേൾക്കുന്നത് ഇങ്ങനെ പറയാ, ആ പറയുന്നതിന്റെ പേരിൽ വഷളത്വം, ആ വഷളാക്കൽ സംഭവിച്ചു പോയാൽ അതേ കുറ്റം നിങ്ങളെ തലയിൽ വെക്കാൻ അല്ലാഹുക്ക് യാതൊരു പ്രയാസവും ഇല്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, അതിന്റെ ശേഷം പറയുന്നു, ലൗലാ ജാഊ അലൈഹി ബിഅർബഅത്തി ശുഹദാ. എന്തേ ആയിഷ ബീവിയെ പറ്റി ആരോപണം പറഞ്ഞവർ അതിന് തെളിവ് ഹാജരാക്കാത്തത് എന്തുകൊണ്ടാണ്? അവരെന്ത് തെളിവ് അവരുടെ കയ്യിലുള്ളത്? ഒരു യാത്രയിൽ പോയി എന്നതാണോ തെളിവ്? നിങ്ങളുടെ ഭാര്യയാണ് ഇതുപോലെ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? വളരെ ബുദ്ധിപരമായ രൂപത്തിൽ പറഞ്ഞിട്ട്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ഫിദ്ദുനിയാ വൽ ആഖിറ ലമസ്സകും ഫീമാ ഫൽതും ഫീഹി അദാബുൻ അദീം. പ്രത്യക്ഷത്തിൽ നാം കാണുന്ന രൂപമല്ല ആളുകൾക്കുണ്ടാവുക. നമുക്ക് ചിലപ്പോൾ ചില വ്യക്തികളെ കാണുമ്പോൾ തോന്നും അവർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. നിര്യാണിക്ക് താഴെ തുണി വലിച്ചിഴച്ച് ഒരു നിക്കാഹിന്റെ സദസ്സിൽ ഒരു വ്യക്തിയെ കാണുകയാണ്. കണ്ട മാത്രയിൽ ഗുരുവിന്, ഉസ്താദിന് തോന്നുകയാണ് ധിക്കാരി, കൊടും പാപി, വഞ്ചകൻ. ഇദ്ദേഹത്തെ പോലത്തെ ആളുകൾ ഉണ്ടായിട്ടാണ് ദുനിയാവിൽ മഴ കിട്ടാത്തത്. നമ്മൾ മഴ കിട്ടണം വേർന്നിട്ട് എന്ത് കാര്യം? കണ്ടോ ആ പഹയൻ? നമ്മൾ അയാളെ പറ്റി വിധിച്ചു കഴിഞ്ഞു. വിധിച്ചു എന്ന് മാത്രമല്ല, നമ്മളത് പരസ്പരം കൈമാറി. നമ്മളെ നമ്മുടെ നാട്ടിലെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു കൊടുത്തു, അതാ കണ്ടോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ്, അതിന്റെ കോലം കണ്ടോ? ആലോചിക്കണം. അവിടെ ഒന്നും തന്നെ പ്രത്യക്ഷത്തിൽ കാണുന്നതനുസരിച്ച് വിധി പറയാൻ പാടില്ല. കാരണം ആ മനുഷ്യൻ തുണി നിലത്തേക്ക് താഴ്ത്തി കൊടുത്തത് അദ്ദേഹത്തിന്റെ ബെൽറ്റ് പൊട്ടിപ്പോയത് കൊണ്ടായിരിക്കാം. ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു, അത് പഴകിയത് കൊണ്ട് പൊട്ടിപ്പോയി. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ, സ്കൂളിൽ പോകുന്ന കാലത്ത്, അന്ന് അണ്ടർവെയർ ധരിച്ചിരുന്നില്ല, സ്കൂളിലെ കാലല്ലേ, അങ്ങനെയൊക്കെയാണ്. ഈ സൈക്കിളില് എന്റെ നാട് വന്നൂര്, അവിടെ നിന്ന് ഞാൻ പൂനൂര് ഹൈസ്കൂളിലേക്ക് നടന്നു പോകാനേ ഉള്ളൂ, അന്ന് നടക്കാനേ ഉള്ളൂ. എന്നാലും അന്നത്തെ കുസൃതിയുടെ ഭാഗമായി ഈ ഷിഫ്റ്റ്, സ്കൂൾ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി വൈകുന്നേരം 2 മണിക്കൂറേ ഉള്ളൂ. സൈക്കിളിൽ പോയാൽ സൈക്കിൾ അവിടെ നിർത്തി ഒരു പീരീഡ് നേരത്തെ തിരിച്ചു വരാം. അപ്പൊ അതിന്റെ ഇടയിൽ സൈക്കിൾ ഒന്ന് റൈഡും ആവാം, പിന്നെ ഈ വാടകയ്ക്ക് തരുന്ന ആള് നമ്മുടെ ലോകക്കാരനുമാണ്, സ്കൂളിൽ പോകലുമായി. അങ്ങനെയാണെങ്കിൽ അവസാനം പരീക്ഷയൊക്കെ ഞാൻ ജയിച്ചു. ഏതായാലും അതൊന്നും അനുകരിക്കണമെന്ന് പറയല്ല. ആ സന്ദർഭത്തിൽ സൈക്കിളിൽ എന്റെ തുണി കീറുകയും ചെയ്തു. അല്ലാ, ആകെ വഷളായി. ഇത് ചില കയറ്റങ്ങൾ വരുമ്പോ വണ്ടി ഉന്തണ്ടി വരും.
ഈ ഉന്തുമ്പോ ഈ കീറിയത് ഉടുത്ത് എങ്ങനെയാണ് പോവുക എന്നുള്ളതിനെ പറ്റി അന്നത്തെ ആ ബേജാറ്, ആയിഷരീവിന്റെ ഈ ബേജാറ് പോലത്തെ വലിയൊരു ബേജാറ്. അവസാനോ എപ്പോഴും ഒരു തട്ടമോ ഒരു എന്തെങ്കിലും ഒരു തലേക്കെട്ടോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന ആ കാലത്തും. തൽക്കാലം അതുകൊണ്ട് മെല്ലെ മറച്ചെങ്കിലും സൂക്ഷിച്ചു നോക്കിയാലൊക്കെ ബേജാറാണ്. അപ്പൊ ഞാൻ പറയുന്ന ആ ഒരു ദിവസം മാത്രം ഞാൻ ആ കീറിയ തുണി കൊടുത്ത് പോകുന്ന കാണുമ്പോ ആരെങ്കിലും യാതൊരു ഹുർമത്തും ഇല്ലാതെ ഇവനൊക്കെ ഏതാണ് എന്ന് എന്നെ പറ്റി ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് എന്നെ ബാധിക്കും, എന്നെ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരാളെയും പ്രത്യക്ഷത്തിലുള്ള അവന്റെ തുണിയോ മുടിയോ അവൻ താടി വടിച്ച വേഷമോ കണ്ടിട്ട് അവനെ കുറ്റം പറയാൻ നിനക്ക് അധികാരമില്ല. അവൻ താടി ഒരുപക്ഷെ വടിച്ച ഡോക്ടർ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച വെക്കണ്ട, പിന്നെ വെച്ചാൽ മതി. അല്ലെങ്കിൽ വേറെ ആരാ പറഞ്ഞു കല്യാണം കഴിച്ചില്ല മകൾ വെക്കാതെ. അങ്ങനൊക്കെ ഒരു അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകാം. മാത്രമല്ല താടി വടിക്കൽ ഹറാമാണെന്ന് ചില അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫത്ഹുൽ മുഈൻ പോലെയുള്ള ചില കിതാബുകളിൽ താടി വടിക്കൽ കറാഹത്താണ്, ഹറാം ഇല്ല എന്നും അഭിപ്രായമുണ്ടല്ലോ. അതുകൊണ്ട് താടി വടിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാപങ്ങൾ കണ്ടതിന്റെ പേരിലോ ഒരാളെ എഴുതിത്തള്ളാനോ ആക്ഷേപിക്കുവാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ജുനൈദുൽ ബഗ്ദാദി വലിയ പണ്ഡിതനല്ലേ? ആ ജുനൈദുൽ ബഗ്ദാദി വലിയ മഹാനാണ്. ഒരു ദിവസം അദ്ദേഹം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം ആ പള്ളിയിൽ ഒരാളെ അദ്ദേഹം കാണുകയാണ്. ഒരു സാധുവായ മനുഷ്യൻ പള്ളിയിൽ, അദ്ദേഹത്തിന്റെ വേഷം വളരെ മോശമാണ്, കാഴ്ചയിൽ ഒരു ഭംഗിയും ഇല്ല, താടി അടുത്തൊന്നും ഒപ്പിച്ചിട്ടില്ല, തുണിയെടുത്തൊന്നും കഴുകിയിട്ടില്ല. അത്തരം ഒരു സാധു മനുഷ്യനെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പള്ളിയിൽ കാണുകയാണ്. കണ്ട സമയത്ത് ജുനൈദുൽ ബഗ്ദാദി പറയുന്നു, ലൗ അമില ഹാദാ അമലൻ യസൂനു ബിഹി നഫ്സഹു അനിൽ മസ്അലതി കാന അജ്മല ലഹു. ഈ മനുഷ്യൻ എന്തിനാണ് പള്ളിയിൽ വന്ന് ആളുകളോട് സംഭാവനകൾ സ്വീകരിക്കുന്നത്? ചില ആളുകൾ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ പള്ളിയിൽ പോകുമ്പോ അവിടെ കാണാം പള്ളിയിൽ ആളുകളോടൊക്കെ സംഭാവന ആകുന്നത് കാണുന്ന ചില മനുഷ്യന്മാര്. ഇന്ന് എന്റെ മഹലില് 3 ആളുകൾ പിരിവിന് വന്നിട്ടുണ്ട്. മൂന്നാളുകൾ. ആ 3 ആളുകളിൽ ഒരാൾക്ക് തന്നെ 900 രൂപ നാട്ടുകാർ സമാഹരിച്ച് ആ സാധുവിന് കൊടുത്തു. അയാൾക്ക് അത് കിട്ടാൻ അയാളെ തെളിവെന്താണ്? അയാൾ മഹലിൽ ഒരു കത്ത് വെച്ചു വന്നതാ. ആ കത്തുമായി വന്നതിന്റെ പേരിൽ ആളുകളോട് സമാഹരിച്ച് പണം കൊടുത്തു. ശരിയാണ്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, അദ്ദേഹം ഇങ്ങനെ പൈസ വാങ്ങുമ്പോ നമുക്ക് തോന്നും ഇയാൾക്കൊക്കെ എന്തെങ്കിലും ജോലി എടുക്കാൻ പോയി കൂടെ. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ഈ മനുഷ്യനെ കണ്ട സമയത്ത് പറയുന്നു, ലൗ അമില ഹാദാ അമലൻ യസൂനു ബിഹി നഫ്സഹു അനിൽ മസ്അലതി. യാചിക്കാതെ ഇദ്ദേഹത്തിന് ഒരു ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? എന്താണ് ഇദ്ദേഹത്തിന് ജോലിക്ക് പോയാൽ? ജുനൈദുൽ ബഗ്ദാദി അതങ്ങ് പറഞ്ഞപ്പോൾ രാജസയ്യിദായ റബ്ബിന് അത് ഇഷ്ടമായില്ല. എല്ലാം നോക്കിക്കാണുന്ന റബ്ബുണ്ട് എന്ന ബോധം നമുക്ക് വേണം. ഒരൊറ്റ ആളെയും പറ്റി ഒന്നും പറഞ്ഞുകൂടാ. ജുനൈദുൽ ബഗ്ദാദി അന്ന് രാത്രി ഇശാ നിസ്കരിച്ച് കിടന്നുറങ്ങുമ്പോ ആ സ്വപ്നത്തിലതാ വരികയാണ് ഒരു വലിയ മേശ, ഒരു വലിയ സുപ്ര. ആ സുപ്രയിലുണ്ട് ഒരാടിനെ ചുട്ടുകൊണ്ടുവന്ന് വെച്ചതുപോലെ ഈ സാധുവായ മനുഷ്യന്റെ ശരീരം ഒരു വലിയ സുപ്രയിൽ ഇങ്ങനെ പൊരിച്ചു വെച്ചതുപോലെ വെച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ കണ്ട സാധു മനുഷ്യനില്ലേ, അയാളെ ചുട്ടതുപോലെ പൊരിച്ചതുപോലെ ഒരു സുപ്രയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജുനൈദുൽ ബഗ്ദാദിയോട് സ്വപ്നത്തിൽ വന്നിട്ട് ഒരാൾ പറയുകയാണ്, ലാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. റബ്ബിന്റെ പട്ടാളം, ഈ എണ്ണിയാൽ കണക്കാക്കാത്ത പട്ടാളം റബ്ബിനുണ്ട്. ആ റബ്ബിന്റെ പട്ടാളമാകുന്ന മലായികത്ത് സ്വപ്നത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. സ്വപ്നത്തിൽ വന്നിട്ട് പറയുകയാണ്, ഓ മനുഷ്യ, കുല്ലഹ്മഹു, നിങ്ങൾ ഇയാളെ ഇറച്ചി തിന്നണം, നിങ്ങൾക്ക് വേണ്ടി പൊരിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ തളികയില് ഈ മനുഷ്യനെ നമ്മൾ വെച്ച് തിന്നാൻ വേണ്ടിയാണ്. തിന്നോളൂ. ഫഖദ് ഇഗ്തബതഹു, നിങ്ങൾ ഈ മനുഷ്യനെ പറ്റി ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. ജുനൈദുൽ ബഗ്ദാദി പറയുന്നു, മഗ്തബതു, ഞാൻ ഇയാളെ പറ്റി ഗീബത്ത് പറഞ്ഞിട്ടില്ല. വന്ന ആള് പറയുന്നു, അല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കാനും പാടില്ലാത്തതാണ്. ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞിട്ടില്ല, വിചാരിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, മഹുത്തബത്തു, ഞാൻ അയാളെ പറ്റി ഒരു ദൈവത്തും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. വന്നാള് പറയുന്നു തിന്ന്. അവസാനം ഉറക്കം തെളിഞ്ഞു പോയി. രാവിലെ എഴുന്നേറ്റ് ജുനൈദുൽ ബഗ്ദാദി ഈ മനുഷ്യരെയും തെരഞ്ഞു പോവുകയാണ്. പടച്ചവനെ, അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ പറ്റില്ലല്ലോ. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ, ഇഷ്ടമില്ലാത്തത് വിചാരിച്ചാൽ അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. അതുകൊണ്ട് തന്നെ അയാളെ തെരഞ്ഞു പിടിക്കണം. പിറ്റേന്ന് രാവിലെ ജുനൈദുൽ ബഗ്ദാദി അതാ ഇറങ്ങുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നാട്ടിന്റെ മുഴുവൻ ഭാഗത്തും അരിച്ചു വെറുക്കുകയാണ്. അവസാനം ഒരു അരുവിയിൽ നിന്ന് വെള്ളം ധാരാളമായി ഒഴുകുന്ന ഒരു അരുവിയുടെ സമീപത്ത് ജുനൈദുൽ ബഗ്ദാദി എത്തിയപ്പോൾ അവിടെയുണ്ട് ഈ മനുഷ്യൻ ഇരിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി സലാം പറയുന്നു. സലാം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഇങ്ങോട്ട് പറയുകയാണ്, ഞാനത് അപ്പോൾ തന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, എന്നെ കാണാൻ വരണ്ട. ഞാനത് വിട്ടിട്ടുണ്ട്, നിങ്ങൾ എന്നെ കൊള്ള വരണ്ട. എന്താണ് ആ വെള്ളത്തിന്റെ സമീപത്ത് വാച്ച് ആ മനുഷ്യൻ ചെയ്യുന്നതെന്ന് അറിയാമോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ചീരയുടെ ഇല, ആരോ കഴുകുന്ന ഇല, ചീരയുടെ ഇലകൾ വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ കുറെ ഇല ഒലിക്കുമല്ലോ. ആ ഒലിച്ചു വരുന്ന ഇലകൾ മുഴുവനും ഒരു തുണിയിൽ ശേഖരിച്ച് അത് കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന പണിയാണ്. വെറുതെ നിൽക്കുന്ന ആളല്ല. ജോലി ചെയ്യണമെങ്കിൽ കാശ് വേണം, മുടക്കാൻ കേസില്ല. ഭാര്യയും മക്കളെ തന്നെ പോറ്റാൻ യാതൊരു മാർഗവുമില്ല. ജോലിക്ക് പോകാൻ സർട്ടിഫിക്കറ്റും കയ്യിലില്ല. ജോലി കിട്ടണമെങ്കിൽ ചിലപ്പം ക്യാഷ് കൊടുക്കേണ്ടി വരും, ക്യാഷും കയ്യിലില്ല. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, ആരെങ്കിലും പച്ചക്കറി സാധനം വെള്ളത്തിൽ വെച്ച് കഴുകുന്ന സ്ഥലത്ത് പോയാൽ അവര് കഴുകിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കുറച്ചു ഭാഗം വെള്ളത്തിൽ ഇങ്ങനെ ഒലിക്കുമല്ലോ, വേണ്ടാത്തതാണ്, അവർക്കത് വേണ്ട. ആ ഒലിച്ചു പോകുന്ന സാധനം വലിയൊരു വല വെച്ചിട്ട് അത് മുഴുവനും ശേഖരിച്ചാൽ കുറെ ശേഖരിക്കുമ്പോ അത് വിൽക്കാൻ മാത്രം ഉണ്ടാകും. അതുകൊണ്ടുപോയി വിറ്റ് എനിക്ക് എന്റെ മക്കളെ പോറ്റാമെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന മനുഷ്യനാണ് കേട്ടോ. അതുകൊണ്ട് ഒരാളെയും സംബന്ധിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് ചരിത്രത്തിലേക്ക് നോക്കൂ. ഇമാം ഫഖറുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ അത്തഫ്സീറുൽ കബീറിൽ അതാ വിവരിക്കുന്നത് കാണാം. 1-ാം വാല്യം 644-ാം പേജിൽ ഇമാം ഫഖറുദ്ദീൻ റാസി ഉദ്ധരിക്കുന്നത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് വലിയ നേതാവാണ്. അംർ ബിൻ ആസിയുടെ മകനാണ്. ബാപ്പന്റെ പേരിൽ ഒരു പള്ളി തന്നെ ഇപ്പോഴും അവിടെ കാണാം, ഈജിപ്തിൽ കാണാം. അംർ ബിൻ ആസിയുടെ മകനായ അബ്ദുല്ലാഹ് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സമരം ചെയ്ത് ത്യാഗം ചെയ്ത മഹാനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരട്ടെ. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു പൊരുത്തം പ്രദാനം ചെയ്യട്ടെ. ഈമാൻ അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഏറ്റിത്തരട്ടെ. റസൂലുള്ളാഹിനുള്ള മഹബ്ബത്ത് അല്ലാഹു കൂട്ടി തരട്ടെ. ആമീൻ. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസിന്റെ റിപ്പോർട്ടിൽ കാണാം, അനസിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഒരു ദിവസം സയ്യിദുൽ ബശർ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ മജ്ലിസിലേക്ക് ഒരു മനുഷ്യൻ കയറി വരുന്നു. അയാളുടെ താടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റുന്നുണ്ട്. താടിയിൽ നിന്ന് വെള്ളം ഇറ്റുന്നു. ഒരാൾ വുളു എടുത്ത വെള്ളം ഇങ്ങനെ താടിയിൽ നിന്ന് ഇറ്റുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹിയുടെ സമീപത്തേക്ക് അയാൾ വരികയാണ്. അയാളുടെ ചലനങ്ങളൊക്കെ ഞാനിങ്ങനെ വീക്ഷിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് പറയുന്നു, റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്ന് അയാൾ സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം മടക്കി. ആ സമയത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് പറയുന്നു, അസ്ഹാബിമാരെ, ഇപ്പൊ ഈ വന്ന മനുഷ്യനില്ലേ, ഈ മനുഷ്യൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇദ്ദേഹം സ്വർഗത്തിലാണ്. വരുന്നവരെ പറ്റി കാണുന്നവരെ പറ്റി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയാൻ അല്ലാഹു തആല നബിക്ക് അറിവ് നൽകും.
നബി പറഞ്ഞാൽ അത് ശരിയായിരിക്കും. അവിടുന്ന് പറഞ്ഞു ഈ മനുഷ്യൻ സ്വർഗത്തിലാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് കേട്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. പഠിച്ചവനെ എന്താണ് പറഞ്ഞതിന്റെ മാനാന്ന് മനസ്സിലായില്ലല്ലോ. പിറ്റേന്ന് രാവിലെ ആ സദസ്സിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് പിറ്റേന്ന് പോയപ്പോൾ അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ മജ്ലിസിലേക്ക് ഒരാളിപ്പം വരും, അയാൾ സ്വർഗ്ഗക്കാരനാണ്. അന്നും ഇദ്ദേഹമാണ് വരുന്നത്. 3 ദിവസവും അദ്ദേഹമാണ് വരുന്നത്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് 4ാമത്തെ ദിവസം ഈ മനുഷ്യന്റെ സമീപത്ത് ചെല്ലുന്നു. ചെന്നിട്ട് പറയുന്നു, അല്ല സഹോദരാ, നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ നാട് ഏതാണ്? നിങ്ങളെ എനിക്കൊന്ന് പരിചയപ്പെടാൻ വലിയ ആശയമുണ്ട്. കാരണം നിങ്ങളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമായത്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ സാധുവായ ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ വരണ്ട. അപ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് പറയുന്നു, എനിക്ക് ഇന്ന് എന്റെ വീട്ടിലേക്ക് പോകാൻ നിവൃത്തിയില്ല. ഞാനും എന്റെ ബാപ്പയും തമ്മിൽ ചെറിയൊരു പിണക്കമുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്നൊന്ന് പോകണല്ലോ. അത് ഞാൻ നിങ്ങളുടെ കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ എന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ ഒരു കൂട്ടുകേൽ. അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസിന്റെ പതിവ് അതാണ്. എല്ലാ സുന്നത്തും നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ഇശാഇന് മുമ്പ് എഴുന്നേൽക്കും, ഇശാ കഴിഞ്ഞ് ഇശാ നിസ്കരിച്ച് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും. ഈ പതിവുള്ള അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് ഈ മനുഷ്യനെ നിരീക്ഷിക്കുന്നു. നിരീക്ഷിച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിന്റെ സവിശേഷത ഒന്നും കാണുന്നില്ലല്ലോ. 3 ദിവസം അവിടെ താമസിച്ച് 4ാമത്തെ ദിവസം അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് ആ മനുഷ്യനോട് പറയുകയാണ്, യാ അബ്ദുല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, യാ അഖി, എന്റെ കൂട്ടുകാരാ, ലം യകുൻ ബൈനി വബൈന വാലിദി ഹജറുൻ, എന്റെയും എന്റെ വാപ്പയുടെയും ഇടയിൽ പിണക്കൊന്നും ഉണ്ടായിരുന്നില്ല. വലാ ഗളബുൻ, ഞാനും എന്റെ വാപ്പയും തമ്മിൽ ദേഷ്യവും പിണക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി വാപ്പയുമായി അല്പം അകലണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. വലാകിൻ ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങളെ പറ്റി പറയുന്നുണ്ട്, നിങ്ങൾ സ്വർഗ്ഗക്കാരനാണ്. അത് കേട്ടപ്പോൾ ഫഅറത്തു അന്നറ അമലക, നിങ്ങളെ അമൽ എന്താണെന്ന് അറിയാൻ എന്റെ മനസ്സിൽ ആശ വന്നു. ഫലം മറക്കത്ത അമലു അമലൻ കസീറാ, ഈ സാധുവായ ഞാൻ ചെയ്യുന്ന അമലിനേക്കാൾ കൂടുതലുള്ള അമലൊന്നും നിങ്ങളിൽ കാണുന്നില്ലല്ലോ. എന്താണ് നിങ്ങളെ പറ്റി സ്വർഗ്ഗക്കാരനാണെന്ന് നബി പറയാൻ കാരണം? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, ഇമാം ഫഖറുദ്ദീൻ റാസി ഉദ്ധരിക്കുന്ന സംഭവമാണ്, ലം അജിദ് അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ നഫ്സി ഐബാ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെയും സംബന്ധിച്ച് എന്റെ മനസ്സിൽ പുച്ഛം എനിക്ക് തോന്നിയിട്ടില്ല. വലാ ഹസദാ, ഒരാളോടും എന്റെ മനസ്സിൽ അസൂയയും ഇല്ല. അലാ ഖൈരിൻ അതാഹു അല്ലാഹു ഇയ്യാഹു, അല്ലാഹു ഒരാൾക്കൊരു ഗുണം കൊടുത്തതിന്റെ പേരിൽ എനിക്കൊരു അസൂയയും തോന്നാറില്ല. ഒരാൾ കുറെ ശമ്പളം വാങ്ങുന്നു, എനിക്ക് അദ്ദേഹത്തോട് അസൂയയില്ല. ഒരാൾ സുന്ദരനാണ്, എനിക്ക് അദ്ദേഹത്തോട് അസൂയയില്ല. ഒരാൾ ഗൾഫുകാരനാണ്, അയാളോട് എനിക്ക് അസൂയയില്ല. ഒരാൾ വലിയ ശക്തിയുള്ളവനാണ്, എനിക്ക് അസൂയയില്ല. ഈ നിലക്കുള്ളൊരു മാനസികാവസ്ഥ. ഫഖാല അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ്, ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് പറയുന്നു, ഹിയല്ലതി ബലഗത് ബിക വഹിയല്ലതി ലാ തുതാഖ്, അത് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി താങ്കളെ പറ്റി പറയാൻ കാരണം. വഹിയല്ലതി ലാ തുതാഖ്, സാധാരണ പലർക്കും കഴിയാത്തതുമാണ് നിങ്ങളുടെ ഈ സ്വഭാവം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള നിഷ്കളങ്കതയുടെ സ്വഭാവം നമുക്കെല്ലാം
നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.